എന്താ ചേട്ടാ വണ്ടിയോട് ഒതുക്കിയിട്ടേക്കണേ? അപ്പോൾ നീ അറിഞ്ഞില്ലടാ, ഞങ്ങളൊക്കെ സമരത്തിലാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യ വ്യാപകമായിട്ട് എല്ലാ ലോറി ഡ്രൈവേഴ്സും സമരത്തിലാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് പലർക്കും അറിയില്ല ഇപ്പോഴും. എന്താണ് ഒരു പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ നിയമം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും സാധാരണക്കാരായ ഡ്രൈവർമാർക്ക് അറിയണ്ടാവില്ല, അല്ലെങ്കിൽ കാർ ഓടിക്കുന്നവർക്കൊന്നും അറിയണ്ടാവില്ല. ഇത് തീർച്ചയായിട്ടും ലോറി ഡ്രൈവർമാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. അത് ലോറി ഡ്രൈവർമാർ സമരം നടത്തുന്നു, അതൊരു സംഘടനകളൊക്കെ ഉള്ളതുകൊണ്ട് ലോറി ഡ്രൈവേഴ്സ് സമരം നടത്തുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് ഓരോ ലൈസൻസ് ഉള്ള വ്യക്തികളെയാണ്. ലൈസൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ബൈക്ക് ഓടിക്കുന്നതിനായിക്കോട്ടെ, കാർ ഓടിക്കുന്ന ഓട്ടോ എന്ന് വേണ്ട, എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ പുതിയ നിയമം. ഒരു കരി നിയമമാണ് ഇവർ ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ലോറി ഡ്രൈവേഴ്സ് എല്ലാവരും സമരത്തിലാണിപ്പോൾ. അപ്പോൾ എന്താണ് ആ നിയമം, ആ നിയമത്തിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണ്, ഈ നിയമം പാസ്സാക്കിയാൽ ആർക്കാണ് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ? ഈ ചില നിയമങ്ങൾ പാസ്സാക്കുന്നത് മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നിയമം പാസ്സായി കഴിഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ ഗുണഭോക്താക്കളാവുന്ന ആരാണ്? ഇതൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറേ നാളിന് ശേഷം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലോറി ഡ്രൈവേഴ്സ് എല്ലാം ഒരു സമരത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ആ സമരം, എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലോറി ഡ്രൈവേഴ്സിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, നമുക്ക് ലൈസൻസ് ഉള്ള എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ബൈക്ക് തട്ടിയിട്ട് എത്രയോ പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഹിറ്റ് ആൻഡ് റണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചതിന് ശേഷം അപകടത്തിൽപ്പെട്ട വണ്ടി ഡ്രൈവർമാർ ചിലപ്പോൾ ഓടി രക്ഷപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അവരെ ആശുപത്രിയിൽ എത്തിക്കാതെ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ആ അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയും. അതാണ് ഈ നിയമം. അപ്പോൾ അതിനെതിരായിട്ടാണ് നിലവിൽ ലോറി ഡ്രൈവേഴ്സ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോറി ഡ്രൈവേഴ്സിനെ എങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതർ സ്റ്റേറ്റിലൊക്കെ, ഇപ്പോൾ കേരളത്തിലല്ല, അതർ സ്റ്റേറ്റിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെടണമെന്നില്ല, ഒന്നും സംഭവിക്കണമെന്നില്ല, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആദ്യമേ ആ തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാർ ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന ഉടനെ ഡ്രൈവറെ പിടിക്കുന്നു, മർദ്ദിക്കുക. അങ്ങനെയാണ് അവർ ചെയ്യുക. അപ്പോൾ അതിൽ രണ്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മർദ്ദിക്കുന്നതിൻ്റെ പുറകിലൊരു വേറെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ വണ്ടിയിലുള്ള സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ അതർ സ്റ്റേറ്റിൽ. അതായത് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ സ്പൈഡർമാന്മാരെ പോലെ കയറിയിട്ട് ഈ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അതർ സ്റ്റേറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ കേരളം വിട്ടു കഴിഞ്ഞാൽ, അപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ഇതിൻ്റെ തീവ്രത അറിയാത്തതുകൊണ്ടാണ് അതർ സ്റ്റേറ്റിൽ ഓടുന്ന വണ്ടിക്കാർക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വണ്ടി കയറിയിട്ട് ഇവന്മാർ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ സുവർണ്ണ അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുമാത്രം അപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ പൊതുവെ ഡ്രൈവർമാർ അതർ സ്റ്റേറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഇവർക്ക് ജീവഭയം കൊണ്ടാണ് ഇവർ വണ്ടി ഇറങ്ങി ഓടുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ അയാളെ കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോയാലെ രക്ഷിക്കണമെന്നോ അവർക്ക് അറിയാത്തതുകൊണ്ടോ തോന്നാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷേ അത് ചെയ്യാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ ജീവന് വരെ ആപത്തായതുകൊണ്ട് ഇവർ ചിലപ്പോൾ പ്രാണരക്ഷാർത്ഥം നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിയമത്തിന് ഇതിനെതിരെ ഒരു സമരം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കാർ ലൈസൻസ് ഉള്ളവരാണെങ്കിലും എന്താണെങ്കിലും, അതുപോലെ തന്നെ ഒരാൾ വണ്ടി ഇടിച്ച് മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയെന്ന് പറയുന്നത്, അങ്ങനെ ഇവർ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യൻ ജയിലുകൾ മൊത്തം ഡ്രൈവർമാരെ കൊണ്ട് നിറയും. അത് കാരണം നമ്മുടെ നാട്ടിൽ എന്തോരം അപകടങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു അപകടം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളതിനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല, അത് സംഭവിച്ചു പോകണമാണ്. ആക്സിഡൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആരും മനഃപൂർവ്വം കൊണ്ടുപോയിട്ട് വണ്ടി ഒരാളെ ഇടിച്ച് അപായപ്പെടുത്തുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടില്ലെന്നല്ല പറയണത്. പക്ഷേ അതൊക്കെ 100-ൽ 2%, 3% മാത്രം നടക്കുന്ന കാര്യമാണ്. ബാക്കി എങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ വഴിയിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അവന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തടവും
കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി ഇങ്ങനെ നിയമം കൊണ്ടുവരിക എന്ന് തന്നെ വിചാരിക്കുക. ഇങ്ങനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു നിയമം അവർ പ്രാബല്യത്തിൽ വരുത്തുകയാണ്. ഇവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ വണ്ടിയിലുള്ള ഡ്രൈവറെ ഒരു കാരണവശാലും ഒരാൾ പോലും മർദ്ദിക്കരുത്. മർദ്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഈ സെയിം ആയിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ഡ്രൈവർമാരും അവിടെ നിർത്തി, അത് ലോറിക്കാരായിക്കോട്ടെ, ബസ്സുകാരായിക്കോട്ടെ, കാറുകാരായിക്കോട്ടെ, ആരാണെങ്കിലും അവർ നിർത്തി അവർ വേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇതൊരു പ്രത്യേക ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവർ നടപ്പാക്കിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ അപ്പം ഇങ്ങനൊരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഈ വലിയ വലിയ ടീമുകളാണ് ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്നവർ. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് എന്താണ് ഇതൊരു നല്ല സുവർണ്ണ അവസരമാണ്. അപ്പോൾ ഈ ഒരു പൊതുവെ ഇൻഷുറൻസ് കമ്പനിക്കാരെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എന്താണ്, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരുടെ കയ്യിലുള്ള ഇൻഷുറൻസ് തുക കൊടുക്കാതിരിക്കുക, അതിന് വേണ്ടി വക്കീലിനെ വെച്ച് വാദിക്കുക, അവർക്ക് എങ്ങനെ ഒരു അവരെ ഈ ഇൻഷുറൻസ് എടുത്ത ആൾക്ക് അത് ലഭിക്കാതിരിക്കാനുള്ള എല്ലാ വക കുതന്ത്രങ്ങളും എല്ലാ വക ഒരു നൂല് അല്ല ഒരു സൂചി കുത്താനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ അവർക്ക് ആ പൈസ ലഭിക്കാതെ അതിനുള്ള ഒരു പ്രയോജനം ലഭിക്കാതിരുത്താം, അല്ലെങ്കിൽ അവരുടെ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് എങ്ങനെ ആ പൈസ കൊടുക്കാതിരിക്കാം എന്ന് ചിന്തിച്ചിട്ട് വക്കീൽമാരെ വെച്ച് വാദിക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്കാരെ കൂടുതൽ. അപ്പോൾ ഇതുപോലെയുള്ള വൻകിട കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇവർ നടപ്പാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കാതലായിട്ടുള്ള കാര്യം. നേരത്തെ എന്ന് വെച്ചാൽ ഈ നിയമം ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി അപകടം സംഭവിച്ച ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് കേസെടുക്കും, അതുപോലെ തന്നെ കുറച്ച് നാൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് വെക്കുമായിരുന്നു. ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നേരെ ഇതിനെ മാറ്റിയിട്ട് 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ ഇവർ അങ്ങോട്ട് ഉണ്ടാക്കി വിടുകയാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ നമ്മൾ അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ, പൊതുവെ ഒരു വഴിയിൽ ഒരു ഡ്രൈവേഴ്സ് നമ്മൾ ലോങ് ഓടിച്ചു പോകുന്ന ആൾക്കാർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം, ഒരു ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ഒന്നും നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ലഭ്യമല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വഴി, സാധാരണ അതർ സ്റ്റേറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് കേട്ടോ, നമുക്ക് വണ്ടി ട്രക്ക് പാർക്കിംഗ് ഏരിയ, അവിടെ തന്നെ അത്യാവശ്യം ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ ഈ പിടിച്ച് പിഴിയെന്നല്ലാതെ എവിടെയാണ് ഒരു സൗകര്യമുള്ളൂ? ഒരു പാർക്കിങ്ങിന് ഒരു സ്ഥലമില്ല. ഏതെങ്കിലും വഴിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, ഒരു വണ്ടി ഒതുക്കാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടൊരു നോ ബോർഡ് വയ്ക്കും. അപ്പോൾ ഒരു വിധത്തിലുള്ള ഒരു സേഫ്റ്റി എന്ന് ഒരു സ്വയമായിട്ട് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വിടുന്നതല്ലാതെ ഒരു വിധത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഈ ഒരു തൊഴിലായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് പ്രശ്നങ്ങളെന്നോ അല്ലെങ്കിൽ എങ്ങനെ അതിനെ പരിഹരിക്കാൻ പറ്റുന്നോ ഉള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് അവരൊരു നിയമം അങ്ങ് ഇറക്കി വിടുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോറി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഉണ്ടല്ലോ, നാളെ നമ്മുടെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള പലർക്കും ഈ സംഭവം സംഭവിക്കാം. ആർക്ക് വേണമെങ്കിലും ഈ സംഭവങ്ങൾ സംഭവിക്കാം, വഴി പോണ ഒരു അപകടം സംഭവിക്കാം. അപ്പോൾ ഒരു സാധാരണക്കാരന് എങ്ങനെ ഇതിനെ ഇത്രയും വലിയൊരു തുക അടയ്ക്കാൻ പറ്റുക, അതുപോലെ തന്നെ 10 വർഷം തടവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു ദുരന്തമായിട്ട് തന്നെ മാറും നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് അതർ സ്റ്റേറ്റിലൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്, വണ്ടികൾ തടയുന്നുണ്ട്, മറ്റൊരു സംഭവങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. കേരളത്തിൽ പിന്നെ ഇങ്ങനെ പോകുന്ന ഈ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്നുള്ള ലെവലിലാണ് നമ്മുടെ ചിന്താഗതി. ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്ന് അത് മാറിപ്പോവാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ലെവലിൽ ആൾക്കാർ ചിന്തിക്കുന്നു. കുറച്ച് പേര് ഇതിനൊരു സഹകരിക്കുന്നുണ്ട്, കുറച്ച് പേര് വണ്ടികൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നിയമം കൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിയമം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കരി നിയമമാണ്. ഇതിൻ്റെ പുറകിലെ വരുംവരായികൾ ചിന്തിക്കാതെ ഉള്ള ഒരു ഗവൺമെൻറ് അവരുടെ ഒരു ദുഷ്ടലാക്കോടുകൂടി നടപ്പാക്കുന്ന ഒരു നിയമമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പലരും ഈ വഴിയ സൈഡിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കുണ്ടായിരുന്നൊരു അനുഭവം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതർ സ്റ്റേറ്റിൽ പോയ സമയത്ത് ഇയാൾക്കുണ്ടായ അനുഭവം അയാൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ അയാൾ എന്താ പറയണത്, അതിനകത്ത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിസ്സഹായനായി പോകുന്ന ഒരു ഡ്രൈവർ അവസ്ഥയെ പറ്റിയിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കേൾക്കാം.
അറിയണം എന്ന് എനിക്ക് തോന്നി, അറിയിക്കണം തോന്നിയതുകൊണ്ട് ഒരു വോയിസ് വിടുകയാണ്. ഇന്ന് മദനപ്പള്ളി, ആന്ധ്രയിലെ മദനപ്പള്ളി ബൈപ്പാസിൽ വെച്ച് 65 സ്പീഡിൽ വരുന്ന എൻ്റെ ലോറിക്ക് മുമ്പിലേക്ക് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു 30-32 വയസ്സ് പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ ഒരാൾ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ ഈ ലോറി വരുന്ന സമയത്ത് ലോറിയുടെ തൊട്ട് മുമ്പിലേക്ക് റോഡിൻ്റെ പകുതിയോളം പെട്ടെന്ന് ക്രോസ് ചെയ്തു. ഞാൻ വണ്ടി ചവിട്ടി വെട്ടിച്ച് ഒഴിവാക്കി തൊട്ട് മുമ്പിലേക്ക് വണ്ടി സൈഡാക്കി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കും. തൊട്ട് ബാക്കിൽ വരുന്നൊരു ബോസ് വണ്ടി ലോറി, അതും ഇതുപോലെ ഒരു അനുഭവം കട്ട് ചെയ്ത് വെട്ടിച്ച് ആളിൻ്റെ അടുത്ത് നിർത്തി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഒന്ന് പോയി സംസാരിക്കാൻ വന്നപ്പോൾ ആ ഡ്രൈവറിനോട് പറഞ്ഞു ആന്ധ്രാണ്, സംസാരിക്കാൻ നിന്നാൽ ചിലപ്പോൾ നമ്മളൊരു പ്രശ്നക്കാരായിരിക്കും, അതുകൊണ്ട് വണ്ടി എടുത്ത് പോരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് പോകുന്നു. പക്ഷേ ഈ ഒരു അനുഭവം അറിയിക്കാൻ തോന്നാനുള്ള കാരണം പുതിയ നിയമം അപ്പോൾ ആള് ആക്സിഡന്റ് ആയി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇത് ഇതുപോലെ ഒരു അനുഭവം, അതായത് അതർ സ്റ്റേറ്റ് ഓടുന്ന സമയത്ത് ഈ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മനഃപൂർവ്വമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത നിരപരാധിയായിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ ഇതിനകത്ത് തരണം ചെയ്ത് വരാൻ പറ്റും അവർക്ക്? കാരണം അവർ മാന്യമായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നവരായിരിക്കും. പെട്ടെന്ന് മുമ്പിലേക്ക് ഒരാൾ വന്ന് ചാടുക ആത്മഹത്യ ശ്രമമായിരിക്കും. പക്ഷേ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് വന്ന് ചാടി കഴിയുമ്പോൾ തീർച്ചും, പ്രത്യേകിച്ച് അതർ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളക്കാർ കാണിക്കുന്ന ഒരു മാന്യത ഒരു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുക. നമ്മൾ അറിയാം, നമ്മൾ അതർ സ്റ്റേറ്റിൽ വണ്ടിക്കാരോട് വന്നു കഴിയുമ്പോൾ അണ്ണ ബായ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുന്നുണ്ട്. നിങ്ങൾ അതേ സ്റ്റേറ്റിൽ ഈ ബോർഡർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഈ അണ്ണാന്ന് വിളിച്ച ഈ ഡ്രൈവർമാർ തന്നെ നമ്മളോട് ഉണ്ടാകുന്ന ഒരു സമീപനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു കേരള വണ്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ നമ്പർ പ്ലേറ്റിലൊരു നോട്ടം എന്താണ്, ഇവിടെ ചേട്ടാന്ന് വിളിച്ചവൻ അവിടെ പോയി കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്സഹാരമായി പോകുന്ന ഡ്രൈവർമാരുടെ അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ വരുന്നിട്ടുള്ള മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പഠിച്ചതിന് ശേഷം വേണം. അല്ലാതെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലും അല്ലെങ്കിൽ വളയം പോലും പിടിക്കാത്തവന്മാരൊക്കെ ചെയ്തിട്ട് നിയമമൊക്കെ ഉണ്ടാക്കി വിടുമ്പോണ്ടല്ലോ, അവർക്കൊന്നും ഈ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് റോഡിൽ ഉണ്ടാകുന്നതെന്നൊന്നും അവർ ചിന്തിക്കാറില്ല. അപ്പോൾ ഈ നിയമം എത്രയും പെട്ടെന്ന് പിൻവലിച്ച് മൊത്തത്തിലുള്ള ഒരു ലോറി ഡ്രൈവർമാർക്കോ ബസ് ഡ്രൈവർമാർക്കോ വേണ്ടി മാത്രമല്ല, മൊത്തത്തിലുള്ള എല്ലാ ഡ്രൈവേഴ്സിനെയും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവരെ എല്ലാവരെയും സംരക്ഷിക്കപ്പെടണം. അവരെ അല്ലെങ്കിൽ ഒരു കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജയിലുകളെല്ലാം ഡ്രൈവേഴ്സിനെ കൊണ്ട് നിറയും. അല്ലാണ്ട് ഒരു ഓപ്ഷൻ അത് വരാൻ പോകുന്നില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും പ്രാബല്യത്തിൽ വരുത്താനായിട്ട് ഒരു ശ്രമിക്കുന്ന ഈ നിയമം തീർച്ചയായിട്ടും ഒരു കരിനിയമം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഡ്രൈവേഴ്സ് ശക്തമായിട്ട് പ്രതികരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിയമം എത്രയും പെട്ടെന്ന് പിൻവലിക്കുക. ഇനിയെങ്കിലും ബോധമില്ലാത്ത നിയമങ്ങൾ ഇറക്കുന്നതിന് മുമ്പ് മറ്റുള്ള ഒന്നിലൊരു ഡ്രൈവേഴ്സായിട്ടെങ്കിലും അത് കൂടി ആലോചിക്കണമായിരുന്നു. ഇങ്ങനെയൊരു നിയമം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കണമായിരുന്നു. പക്ഷേ ഒരു ഏകപക്ഷീയമായിട്ടുള്ള എന്താ പറയുക, ഒരു ഏകാധിപത്യ ചിന്താഗതിയിലുള്ള ഇതേപോലെയുള്ള നിയമങ്ങൾ നടപ്പാക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഭരണകൂടത്തിന് കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഡ്രൈവേഴ്സിനെ എല്ലാവരും തീർച്ചയായും സുരക്ഷിതമായിട്ട് തന്നെ വണ്ടി ഓടിക്കുക, പരമാവധി അപകടങ്ങൾ ഉണ്ടാകാണ്ട് വണ്ടി ഓടിക്കുക, നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിക്കുക. അങ്ങനെ നമ്മളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന പ്രതീക്ഷിച്ച് നമ്മുടെ ഫാമിലി ഇരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സുരക്ഷിത ബോധത്തോടു കൂടി ലഹരികളൊന്നും ഉപയോഗിക്കാതെ തീർച്ചയായിട്ടും നല്ല ബോധത്തോടും ഒക്കെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.